മോദി സർക്കാരിൻ്റെ ഭരണം വളരെ മോശമാണ്. ഇന്ന് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ആശങ്കാജനകമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഇത് മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ ആദ്യമേ പറയും. സ്വാഭാവികമായും നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മളെല്ലാം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയും. അന്താരാഷ്ട്ര തലത്തിൽ മോദി അല്ലെങ്കിൽ ഭാരതം ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നു. ലോകത്തെവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നരേന്ദ്രമോദി ഇടപെടണം, ഭാരതം ഇടപെടണം എന്ന് പറയുന്നുണ്ട്. യുദ്ധം കനത്തു നിൽക്കുമ്പോഴും ഹോർമുസ് വഴി നമ്മുടെ കപ്പലുകൾ കടന്നു വരുന്നുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യം പിടിച്ചു നിൽക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ആയുധങ്ങളുടെ മികവ്, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് അതിവിപുലമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, റോഡുകൾ ഉണ്ടാവുന്നുണ്ട്, വിമാനം ഇറങ്ങാൻ പറ്റുന്ന റോഡുകൾ ഉണ്ടാവുന്നുണ്ട്, റെയിൽവേ വികസനം, വലിയ തോതിലുള്ള വികസനം നമ്മുടെ രാജ്യത്തുണ്ടാവുന്നുണ്ട്. രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണകാലമാണ് മോദിയുടെ കാലത്ത് കഴിഞ്ഞ 12 വർഷത്തോളമായി നേടിയെടുത്തിരിക്കുന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ നമുക്ക് കണ്ണും മൂട്ടി പറയാമോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പാറ്റകളുടെ പേരിൽ വലിയ പ്രശ്നമുണ്ട്. ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ വരുന്നു. അതിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ അതേക്കുറിച്ചൊന്നും അല്ല ഇപ്പോൾ പറയുന്നത്. അവരിപ്പോൾ പറയുന്നത് നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ പിന്നെ നീയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ രാജിവെക്കാൻ ഇരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിമർശിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ വിധ്വംസക ശക്തികളായിട്ടുള്ള മറ്റുള്ളവരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യവിരുദ്ധ ശക്തികളെയും എതിർത്ത് നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് നേഷൻ ഫസ്റ്റ്, ഇന്ത്യയാണ് പ്രധാനം, നമ്മുടെ രാജ്യമാണ് പരമപ്രധാനം എന്ന് ചിന്തിച്ച് നിരന്തരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണ്. അങ്ങനെയുള്ള മാധ്യമങ്ങൾ വളരെ കുറവായിരിക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ഈ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമായി ഒരുപക്ഷെ പല കഷണങ്ങളായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ഇപ്പോഴും ഈ നിമിഷവും വിശ്വസിക്കുന്ന, നിങ്ങളെപ്പോലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക്, അവരുടെ പാരൻസിന്, അവരുടെ മാതാപിതാക്കൾക്ക് വലിയ അമർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിനോട് ഉണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. കാരണം അത്ര വലിയ കെടുകാര്യസ്ഥത, ഗവർണൻസിൻ്റെ കാര്യത്തിൽ ചില പിശകുകൾ, ലോകം മുഴുവൻ നമ്മുടെ ഭാരതത്തിൻ്റെ ഖ്യാതി എത്തിക്കുമ്പോഴും ചില പിശകുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു എന്നതിൻ്റെ 2 ക്ലാസിക് ഉദാഹരണങ്ങൾ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞു. ഒന്ന് നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. നോക്കൂ, 22,5035 വിദ്യാർത്ഥികളാണ് ഈ വർഷം നീറ്റ് പരീക്ഷ എഴുതിയത്. 22 ലക്ഷം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ 22 ലക്ഷം വോട്ടർമാരാണ്. അവരുടെ മാതാപിതാക്കൾ 2 വെച്ച് കൂട്ടിയാൽ ഇതിൻ്റെ 3 ഇരട്ടി വരും. അവരുടെ വീട്ടിൽ 3-4 പേരുണ്ടെങ്കിൽ അത് കോടികളായിട്ട് മാറും. അത്രയും ആളുകൾ കേന്ദ്ര സർക്കാർ നടത്തിയ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിനെ കുറിച്ച് അസ്വസ്ഥരാണ്, പ്രതിഷേധമുണ്ട്. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള NTA നടത്തിയ ഈ പരീക്ഷയുടെ നടത്തിപ്പിൽ അസ്വസ്ഥരാണ്, പ്രതിഷേധമുണ്ട്. ഇത് ആദ്യമാണോ? 2024 സംഭവിച്ചു. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഇപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ ഏജൻസി ആണെന്ന് തോന്നുന്നു. അവർ 2024 ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല. നമുക്ക് 2029 നരേന്ദ്രമോദിയുടെ സർക്കാർ, BJPയുടെ സർക്കാർ 4ാം ടൈമിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന, കാരണം രാജ്യമെങ്കിലേ ഉണ്ടാവത്തുള്ളൂ. ഭാരതം ഭാരതമായി നിൽക്കാൻ മോദിയുടെ സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ മിനിമം 1 കോടി ആളുകളെ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എതിരാക്കിയിട്ടുണ്ട്. അവരുടെ കുട്ടികളുടെ ഭാവിയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. ഈ രാജ്യത്തെ കുട്ടികളുടെ, യങ്സ്റ്റേഴ്സിൻ്റെ, ജെൻസിയുടെ അവസരങ്ങൾ നിഷേധിക്കുകയും അവരുടെ ജീവിതം പന്താടുകയും ചെയ്യുന്ന ഒരു സംവിധാനം 2024 ശേഷം ഒരു തവണ കൂടി ആവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭീകരമായ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പറ്റില്ല.
നമ്മളത് പറയണം, ഉറക്കെ പറയണം. നമ്മൾ പറയും ജെൻസി എന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങിയാൽ പാറ്റകളെ ചവിട്ടിയരയ്ക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്നതുപോലെ നിങ്ങൾ കലാപവുമായി തെരുവിലിറങ്ങിയാൽ വെടിയുണ്ടകൾ മറുപടി പറയുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ടി വന്നാൽ തെരുവിൽ ഈ കലാപകാരികളെ, രാജ്യത്തെ ഭരണം അട്ടിമറിക്കാൻ, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളും ഞാനും ഒക്കെ നേരിടും. പക്ഷേ അവർ പറയുന്ന ചില പ്രശ്നങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ കാതു കൊടുക്കണ്ടേ, പരിഹരിക്കണ്ടേ? 130 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഇതൊക്കെ സ്വാഭാവികം എന്ന് പറയാൻ പറ്റുമോ? കുട്ടികളുടെ ഭാവി തകർക്കുകയാണ്. കഴിഞ്ഞില്ല, അതിനുശേഷം CBSE പരീക്ഷ റിസൾട്ട് വന്നിരിക്കുന്നു. 17,68,968 കുട്ടികളാണ് CBSE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. എന്തെല്ലാം പരാതികളാണ്! അവരുടെ ചോദ്യ പേപ്പറിൻ്റെ വാല്യുവേഷൻ സംബന്ധിച്ചുള്ള പ്രശ്നം, അത് സ്കാൻഡ് കോപ്പികളാണ് വാല്യുവേഷന് വേണ്ടി കൊടുത്തത്. സ്കാൻ ചെയ്ത പേപ്പറുകൾ വായിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ മാർക്ക് ഇട്ടു? അതൊന്ന്. അതിലേക്ക് ഉപരി ഞെട്ടിക്കുന്നൊരു വസ്തുത, ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് പേർ നീറ്റ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികളെ പ്രൊഫഷണൽ കോഴ്സിന് പഠിപ്പിക്കാൻ അയക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണല്ലോ നീറ്റ് 22,535 പേർ ഈ വർഷം എഴുതിയത്. അവരൊക്കെ വെബ്സൈറ്റിൽ ഇതിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് നോക്കി. ആരുടെ വെബ്സൈറ്റാണ്? കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്ന വെബ്സൈറ്റിൽ നോക്കി അവർ റിസൾട്ട് എടുത്തിട്ട് അത് വെച്ച് അവർ അതിലെ മാർക്ക് ലിസ്റ്റ് നോക്കി അവർ മെഡിക്കൽ എൻട്രൻസിന്, രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളിൽ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞ് ഒടുവിൽ യഥാർത്ഥ മാർക്ക് ലിസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് വെബ്സൈറ്റിൽ കണ്ട മാർക്ക് ലിസ്റ്റുകളല്ല എന്ന് വന്നിരിക്കുന്നു. 10%, 15% വ്യത്യാസം വന്നിരിക്കുന്നു. ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ എന്തുകൊണ്ടാണ് ഒരു മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ഹാർഡ് കോപ്പി എടുക്കാൻ നേരത്ത് മറ്റൊരു മാർക്കായി പോവുകയും ചെയ്യുന്നത്? എന്തോ കളി നടന്നിട്ടുണ്ടോ? അതിനൊരു ഡിസ്ക്ലൈമർ എഴുതി വെച്ചിട്ട് വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയാണോ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യത്ത് ചെറുപ്പക്കാർക്കിടയിൽ വലിയ അസ്വസ്ഥത, വലിയ പരാതികൾ, വലിയ പ്രതിഷേധം ഉണ്ടായി വരുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ആരെങ്കിലും പറയണം. പ്രധാനമന്ത്രിയുടെ പാർട്ടിയോട് ആരെങ്കിലും പറയണം. അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായ RSSനോട് ആരെങ്കിലും പറയണം. ഇത് കുഴപ്പമാണ്, ഇത് കുഴപ്പത്തിലേക്കാണ്. ഇന്നലെ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? അടുത്ത 1 വർഷത്തിനകം മോദി സർക്കാർ വീഴും. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുക. അതിനൊപ്പം ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി വന്നാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? അപ്പോൾ പാറ്റകൾ പറയുന്നത് പോലെ ധർമ്മേന്ദ്ര പ്രധാനൻ രാജിവെക്കണോ വേണ്ടിയോ എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കട്ടെ. പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാതെ വയ്യ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ മോദി വിരുദ്ധർ എന്ന് വിളിക്കേണ്ട. നരേന്ദ്രമോദിക്ക് വേണ്ടി എന്നും നിരന്തരം ഇതുവരെ ശബ്ദിച്ചുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ ഇനിയും ശബ്ദിക്കും. പക്ഷേ നമ്മൾ സ്തുതികൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. വാഴ്ത്തിപ്പാടലുകൾ മാത്രം പാടിയിട്ടുള്ള കേട്ടിട്ടുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ ഭരണകൂടങ്ങളും വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാതെ പറ്റില്ല. എവിടെയോ പെശകുന്നു, എവിടെയോ തെറ്റുന്നു, എവിടെയോ അട്ടിമറിക്കുന്നു. ഞാൻ മൂന്നാമത് പറഞ്ഞതിലാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എവിടെയോ ആരോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് 22,05,035 പേരെഴുതിയ ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നിരന്തരം ഗസ് പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾക്ക് വാങ്ങിക്കാൻ ചോർത്താൻ കഴിയുന്ന സംവിധാനം മനഃപൂർവ്വം ആരോ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതിനെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത 1 വർഷത്തിനകം ഈ സർക്കാർ വീഴും എന്നുള്ള പ്രസ്താവനയുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മോദിയെ തകർക്കാൻ, ഈ സർക്കാരിനെ തകർക്കാൻ, രാജ്യത്തെ നശിപ്പിക്കാൻ ലോകവ്യാപകമായി വലിയ ഗൂഢാലോചനകൾ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജാഗ്രതയില്ലാതെ വരുന്നത് മനഃപൂർവ്വമാണോ? ഇപ്പോഴും ഞാൻ കരുതുന്നു ഇതൊക്കെ ഈ സർക്കാരിനെ അട്ടിമറിക്കാനും ഡിഫെയിം ചെയ്യാനും ഉള്ള പാറ്റേണിൻ്റെ ഭാഗമായി ആരോ ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്നു. ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നടപടിയൊന്നും വന്നു കണ്ടില്ല. ഇപ്പം നീറ്റ് പരീക്ഷ ജൂൺ 21 വീണ്ടും നടത്തും.
ശരിയാണ്. വീണ്ടും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ട്രോമ എന്താണ്? ഇത് വലിയ പ്രശ്നമല്ലേ? ഈ ട്രോമ അഡ്രസ്സ് ചെയ്യും? അത്രയും കുട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹീറോ ആയി കാണുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടെ ജൻസി കലാപം നടക്കാത്തത്. പക്ഷെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളിൽ ജാഗ്രത വേണ്ടേ? ജാഗ്രത വേണം. ഇത് രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ഈ നാട്ടിലെ മുഴുവൻ രക്ഷിതാക്കൾക്കും വേണ്ടി, ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും വേണ്ടി കൈകൂപ്പി ഞങ്ങൾ പറയുകയാണ്. എവിടെയോ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിക്കണം. ഇത് ഈ മേഖലയിൽ മാത്രമല്ല, സാംസ്കാരിക മേഖലയിൽ പ്രശ്നമുണ്ട്. സാംസ്കാരിക മേഖല ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ സിനിമകൾ, ഫിലിം സെൻസർ ബോർഡ് രാജ്യവിരുദ്ധമായ എത്രയോ സിനിമകളാണ് ഇപ്പോഴും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ 12 വർഷമായിട്ടും ദേശീയതയെക്കുറിച്ച് പറയുന്ന ആളുകളുടെ പൊടി പോലും കണ്ടുപിടിക്കാനില്ല. ഇപ്പോഴും പ്രഭാവർമ്മമാരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഭരിക്കുന്നത്. ഇപ്പം സതീശൻ്റെ സർക്കാർ വന്നു അല്ലേ? സതീശൻ്റെ സർക്കാർ വന്നപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ചില്ല, പിരിച്ചു വിട്ടിട്ട് അവിടെ കൽപ്പറ്റയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകളെ അവർ നിയമിക്കും. കാരണം സാംസ്കാരിക മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇങ്ങനെ പല മേഖലകളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോഴും കേന്ദ്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പായ നിയമത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയില്ല. ഈ രാജ്യത്തിലെ പല കോടതികളും ഈ സർക്കാരിനെതിരായ വിധികൾ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂര്യകാന്ത് പറഞ്ഞൊരു പരാമർശമാണ് ഈ CJP എന്ന് പറഞ്ഞ കോക്രോച്ച് പാർട്ടികൾ ഉണ്ടാവാൻ തന്നെ കാരണം. ഏതായാലും അസുഖകരമായ കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവരാണ് ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾ. അതിൽ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. അവരുടെ മാതാപിതാക്കളെ, അവരുടെ കുടുംബത്തെ അസ്വസ്ഥമാക്കുന്ന ഇത്തരം വീഴ്ചകൾ വല്ലാത്ത വലിയ മുറിവുകൾ ഉണ്ടാക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി. അതുകൊണ്ട് അങ്ങയുടെ സത്വര ശ്രദ്ധ ഇതിലുണ്ടാവണം. ഇത് പരിഹരിക്കണം. ഇനി പിഴവില്ലാതെ ഇത് നടക്കുമെന്ന് ഉറപ്പാക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അങ്ങയോട് കൈകൾ കൂപ്പി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്, ചെറുപ്പക്കാരുടെ പ്രശ്നമാണ്, അവരുടെ ഭാവിയുടെ പ്രശ്നമാണ്. ചെറുപ്പക്കാരുടെ ഭാവി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ്. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ വലിയ പ്രോത്സാഹനം നൽകുന്നു, വലിയ പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി അവസരം കൊടുക്കുന്നു, ലക്ഷക്കണക്കിന് കോടി രൂപ മുദ്രാ ലോൺ വഴി കൊടുക്കുന്നു. ഒക്കെ നല്ലതാണ്. രാജ്യത്തിന് അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കടപ്പാടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വെബ്സൈറ്റ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഇത്രയും നിരുത്തരവാദപരമായ കാര്യങ്ങൾ നടക്കുന്നു. അവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന തരത്തിൽ മറുപടി പറയുന്നു. എന്തൊക്കെ വരുന്നത് വല്ലാത്ത കഷ്ടമാണ്. തിരുത്തപ്പെടണം. ഇത് കേൾക്കേണ്ടവർ കേൾക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ രക്ഷകനായാണ് വന്നതെന്ന് കരുതുന്ന കോടാനുകോടി ജനങ്ങളുടെ പ്രതീക്ഷയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് തിരിച്ചറിയണം, പരിഹരിക്കണം. നമ്മുടെ രാജ്യത്തിന് ഈ സർക്കാർ തുടരേണ്ടത് അനിവാര്യമായ ഒരു ആവശ്യകതയാണ്. പക്ഷേ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ പല തരത്തിലുള്ള കാലുഷ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ ബാധിക്കുന്ന, അവരുടെ കുടുംബാംഗങ്ങളെ എതിരാക്കുന്ന ഇത്തരം വീഴ്ചകൾ ആവർത്തിച്ചുണ്ടാകുന്ന തരത്തിൽ നമ്മുടെ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് അങ്ങ് പരിശോധിക്കണം. ഇത് അനിവാര്യമായ ഒരാവശ്യമാണ്. ഇത് പറയാതെ തരമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വലിയ ആശങ്കയുണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന, അവരെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ആവേശപൂർവ്വം സംസാരിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ, അവരുടെ മാതാപിതാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥതയുണ്ട്. നമ്മുടെ വീട്ടിൽ നീറ്റ് എഴുതിയവരും നമ്മുടെ വീട്ടിൽ മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരും ഇല്ല എന്ന് കരുതി ഇതൊരു പ്രശ്നമായി കരുതാതെ ഇരിക്കരുത്. ഇതൊരു പ്രശ്നം തന്നെയാണ്. CBSE, നമ്മുടെ കുട്ടികളൊക്കെ CBSEക്ക് പഠിക്കുന്നവരാണ്. അവരെല്ലാം 12ാം ക്ലാസ്സിലെത്തും. അപ്പോൾ ഒരു തവണയല്ലേ, ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ പറയാൻ പറ്റില്ല. ഒറ്റ തവണ പോലും സംഭവിക്കാൻ പാടില്ല. തിരുത്തപ്പെടും എന്ന് തന്നെ കരുതുന്നു. കാരണം ഭാവി ഭാരതം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ്.
ആ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഇടപെടും, പരിഹരിക്കും, വീഴ്ചക്കാരെ കണ്ടെത്തും. അടുത്ത വർഷങ്ങളിൽ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ചൊരു ഉറപ്പ് കൊടുക്കേണ്ടതായിരുന്നു. ഇതുവരെ അങ്ങനൊരു ഉറപ്പ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് രാജ്യത്തോട് നടത്തുന്ന ഒരു അഭ്യർത്ഥന കുറഞ്ഞ പക്ഷം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു എന്നുകൂടെ പറയാതെ തരമില്ല. ഇന്ത്യ ലെവന് ഇന്ത്യയാണ് വലുത്, ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് വലുത്, ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ് വലുത്. അവർക്ക് വേണ്ടി ശബ്ദിക്കാതെ തരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്വര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായി. ഇത്തരം കുഴപ്പങ്ങൾ ഇനി ഉണ്ടാവാതെ അദ്ദേഹത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ഇതിലുണ്ടാകും എന്ന് ഞങ്ങൾ ആശിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞങ്ങളെ വേണം കുറ്റപ്പെടുത്തിക്കൊള്ളൂ. പക്ഷേ അങ്ങനെ അന്ധമായി നമ്മൾ കണ്ണും പൂട്ടി ഒന്നും പറയാതിരുന്നാൽ അത് ശരിയാവുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അപ്രിയ സത്യങ്ങളും ഞങ്ങൾ പറയും. അതുകൊണ്ട് ഇത് പറയാൻ ഞങ്ങൾക്ക് ശക്തി നൽകുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.